Good morning, all. Good morning. Good morning. Thank you. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മോർണിംഗ് സർക്കിളിന്റെ ഐശ്വര്യമായ സൽമാനാണ്. ഞാൻ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. സൂസൻ മാം, സ്റ്റാർട്ട് ചെയ്യാം. Yes. Thank you very much, Sanjana ma'am. Good morning, everyone. എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കുന്നു. വെരി ഗുഡ് ടു ഹിയർ ദാറ്റ്. ഇന്ന് മാർച്ച് 31 അവസാനത്തെ ദിവസം. ഇന്ന് മോർണിംഗ് സർക്കിൾ എടുക്കാനായിട്ട് ഒരു അവസരം കിട്ടിയതിനായിട്ട് ആദ്യം ഞാൻ ഈശ്വരന് നന്ദി പറയുന്നു. അതുപോലെ ഈ മോർണിംഗ് സർക്കിൾ എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്ലീപ്പിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ സ്ലീപ്പ് മിസ് ചെയ്യുന്ന നല്ല കാര്യമല്ല. അപ്പൊ സ്ലീപ്പ് നമ്മൾ ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് ഓക്കെ, എന്നാൽ മോർണിംഗ് സർക്കിൾ നമുക്ക് പിന്നീട് കാണാം, റെക്കോർഡിങ്ങിൽ കൂടെ കാണാം എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാം. പക്ഷെ എന്നാലും എനിക്ക് ഇതൊരു നല്ല എനർജൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല രീതിയിൽ ഒരു പ്രഭാതം തുടങ്ങാനും നല്ല ഒരു എനർജി തരുന്നതായിട്ടുള്ള ഒരു ഫീലാണ് എനിക്കുള്ളത്. സോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയതിനായിട്ട് വിംബിൾ അക്കാഡമിയോടും കൂടാതെ ഇത് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തു കൊണ്ടുപോകുന്ന സജന മാമിനോടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടീമിനോടും ഓരോരുത്തരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ദിവസം ഈ സെഷന് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഒരു ചെറിയ ചിന്തയോടുകൂടി നമുക്ക് തുടങ്ങാം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ലോങ് ലിസ്റ്റ് ഓഫ് തിങ്സും കൊണ്ടാണ് നമ്മൾ ഓടുന്നത്, അല്ലെ? അത് ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ്? ഫോൺ കോൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ മെസ്സേജുകൾ അയക്കാനുള്ളത്, വീട്ടിലെ ജോലികള്, മക്കളുടെ കാര്യങ്ങള്, ജോലിയിൽ തീർക്കേണ്ടത്, അങ്ങനെ വലിയ ഒരു ലോങ് ലിസ്റ്റിംഗ് കൊണ്ടാണ് നമ്മൾ ദിവസം തുടങ്ങുന്നത്. എന്നിട്ട് പിന്നെ ഹോൾ ഡേ നമ്മൾ അതിന്റെ പുറകെ ഓട്ടമാണ്. ഓടി 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 വൈകുന്നേരം ആകുമ്പോഴത്തേന് നമ്മൾ ശരിക്കും ടയേർഡാവും, ക്ഷീണിക്കും, അല്ലേ? അപ്പൊ സത്യസന്ധമായിട്ടൊരു കാര്യം നമ്മളോട് തന്നെ ചോദിക്കാം. അതായത് ഈ ക്ഷീണം ഉണ്ടാകുന്നത് എല്ലായ്പ്പോഴും ഓടി ഓടി ക്ഷീണമായി ആ ഒരു ദിവസം തീർക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് നേട്ടമുണ്ടായി എന്ന അർത്ഥമുണ്ടോ? എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത്രയും ക്ഷീണമായി നമ്മൾ ആ ഒരു ദിവസം തീർക്കുമ്പോൾ അന്നേ ദിവസം അതുകൊണ്ട് നമുക്ക് നേട്ടമായി എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല, പലപ്പോഴും അല്ല. അപ്പോൾ ഇന്നത്തെ സമൂഹത്തില് ഇപ്പം വളരെ തിരക്ക് പിടിച്ചൊരു ലൈഫ് സ്റ്റൈലാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. തിരക്കുണ്ടെന്ന് പറയുന്നത് ഒരു അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും പറയാറുണ്ട്, ഐ എം വെരി ബിസി, ഇല്ലേ? നമ്മളെല്ലാവരും പറയാറുണ്ട്. പക്ഷേ ആ തിരക്ക് കൊണ്ട് ഓടുന്നതെന്ന് മാത്രം പറയുന്നത് അതൊരു മുന്നേറ്റത്തിലേക്ക് നമ്മളെ നയിക്കുന്നില്ല. അതായത് ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ, നമുക്കിപ്പോ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറണം, ഒരു 2 ഫ്ലോർ മുകളിലോട്ട് കയറണമെന്ന് വിചാരിക്കുക. അപ്പൊ അതിന് എന്താണ് നമുക്ക് വേണ്ടി? നമുക്ക് അവിടെ ഒരു ലാഡർ വേണം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ് വേണം. പക്ഷെ ഇത് എങ്ങോട്ട് പോകുന്ന ലാഡർ ആണെന്ന്, അല്ലെങ്കിൽ എവിടെ ചാരി വെച്ചിരിക്കുന്ന ലാഡർ ആണെന്ന് ശ്രദ്ധിക്കാതെ, അല്ലെ എങ്ങോട്ട് കയറി പോകേണ്ടിയ സ്റ്റേഴ്സ് ആണെന്ന് ശ്രദ്ധിക്കാതെ നമ്മൾ എത്ര ധൃതി പിടിച്ച് ഓടിച്ചാടി കയറിപ്പോയാലും അത് തെറ്റായ സ്റ്റേഴ്സിലാണെങ്കിൽ നമുക്ക് ശരിയായ സ്ഥലത്ത് എത്താൻ സാധിക്കുമോ? എത്ര വേഗത്തിൽ കയറിയാലും അതങ്ങനെ നമ്മൾ ശരിയായ സ്ഥലത്ത് അത് നമ്മളെ കൊണ്ട് എത്തിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കണ്ടു കാണും ടോപ്പിക്ക്, ബിസി ലൈഫ് വേഴ്സസ് അക്കോംപ്ലിഷ്ഡ് ലൈഫ്. അപ്പം ബിസിയായ ജീവിതത്തിൽ നിന്ന് എങ്ങനെ നമ്മൾക്ക് അക്കോംപ്ലിഷ്ഡ് ലൈഫിലേക്ക് എത്താം എന്നുള്ളത് കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് സഹായിക്കുന്ന 3 ആശയങ്ങളെ പറ്റിയാണ് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി ആൻഡ് അക്കോംപ്ലിഷ്മെന്റ്. ഈ 3 വാക്കുകൾ നമ്മൾ പൊതുവേ കേൾക്കാറുണ്ട്. നമ്മൾ പലരെ പറ്റിയും പറയാനുണ്ട്. ഷീസ് വെരി ഇഫക്റ്റീവ്, ഷീസ് വെരി എഫിഷ്യന്റ്, ഷീസ് വെരി അക്കോംപ്ലിഷ്ഡ്. അല്ല, നല്ല ടീച്ചർ, നല്ല അക്കോംപ്ലിഷ്ഡ് ആയിട്ടുള്ള IAS ഉദ്യോഗസ്ഥൻ, അല്ലെ അക്കോംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഡോക്ടർ, അല്ലെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീച്ചർ, അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടന്റ്. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. പക്ഷെ മിക്കപ്പോഴും നമ്മളിത് ഉപയോഗിക്കുമ്പം ഒരേ ഒരു അർത്ഥത്തിൽ തന്നെയാണ് നമ്മളിത്
മിക്കപ്പോഴും പറയാറുള്ളത്. പക്ഷെ ഇതിന് വലിയ വ്യത്യാസങ്ങളുണ്ട് ഈ 3 വാക്കുകൾക്കും. കാരണം ഇഫക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേനും അത് നമ്മുടെ ഒരു ഹ്യൂമൻ നേച്ചറാണ്. ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് ഒരു കഴിവുണ്ട്. പിന്നെ അതിന്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ അങ്ങ് ചെയ്യും. അത് എനിക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ, അപ്പൊ പിന്നെ ഞാൻ അതങ്ങ് ചെയ്യും. അപ്പം ദാറ്റ് ഈസ് ആ ഒരു ഇഫക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത് ഒരു ജനറ്റിക് ഫാക്ടർ പ്ലസ് ഒരു ആവശ്യവും കൂടെ വരുമ്പോഴത്തേന് നമ്മൾ അതങ്ങ് ചെയ്യും. അതേസമയത്ത് ഇഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേന് അവിടെ നമ്മൾക്ക് ഒരു ഇഷ്ടവും താല്പര്യവും കൂടെ അതിനകത്ത് വരും. അതായത് ഒരു പാഷനും കൂടെ അതിനകത്ത് വരും. അപ്പോഴാണ് നമ്മൾ കൂടുതൽ ഇഫിഷ്യന്റ് ആകുന്നത്. പിന്നെ അക്കോംപ്ലിഷ്ഡ് എന്ന് പറയുമ്പോഴത്തേന് നമ്മളെ അത് വളർന്നു വരണമെന്നുള്ള, നമ്മൾക്ക് അതിൽ കൂടുതലായിട്ട് വളർന്നു വരണം. അതിന് നമ്മൾ ട്രെയിനിങ് എടുക്കണം, അതിന് വേണ്ടതായി കൂടുതൽ പഠിക്കണം. അപ്പോൾ അതിന് കുറച്ചും കൂടെ നമ്മൾ എഫേർട്ടൊക്കെ എടുക്കണം. അങ്ങനെയാണ് നമ്മൾ അക്കോംപ്ലിഷ് എന്നുള്ള ലെവലിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ നമ്മൾ ആർക്കോ വേണ്ടി ചെയ്യുന്നു, ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ചെയ്തു തീർക്കാനുള്ള ജോലിയാണ്, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഞാൻ ഇഫക്റ്റീവായിട്ട് ചെയ്യുന്നെന്ന് പറയാം. കാരണം ആവശ്യമാണ്, ചെയ്യുന്നു, അങ്ങനെ. അതേസമയത്ത് പാഷനോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുവാണെങ്കിൽ ദാറ്റ് ബിക്കംസ് എഫിഷ്യന്റ്. അതേസമയത്ത് കിട്ടുന്ന ജോലി വളരെ ഇഷ്ടത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണ്. സോ അത് എഫിഷ്യന്റ് ആണ്. അതിന്റെ കൂടെ അതിലെനിക്ക് വളർന്നു വരണം, അതിൽ ഞാൻ കൂടുതൽ നന്നായി വരണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടി ചെയ്യുമ്പോഴത്തേന് ദാറ്റ് പേഴ്സൺ ബിക്കം സക്സസ്ഫുൾ ആൻഡ് അക്കോംപ്ലിഷ്. ഇത് ഈ 3 വാക്കും വളരെ അർത്ഥവത്തായതായതുകൊണ്ട് ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ഇൻ ഡീറ്റെയിൽ ഈച്ച് വൺ ഓഫ് ദിസ്. ഞാൻ ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ആദ്യമേ. സോ വിൽ ലുക്ക് അറ്റ് ഈച്ച് വൺ ഓഫ് ദം. അപ്പൊ ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാല് ശരിയായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ശരിയായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു മുൻഗണന വേണമല്ലോ. ശരിയായ കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ശരിയായ കാര്യങ്ങൾ തന്നെ ചെയ്യണം. പ്രശസ്ത മാനേജ്മെന്റ് ചിന്തകനായ പീറ്റർ ഡ്രക്കർ പറഞ്ഞ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, there is nothing so useless as doing efficiently what should not be done. അതായത് ചെയ്യേണ്ടതല്ലാത്തതായ കാര്യങ്ങൾ വളരെ കാര്യക്ഷമമായി ചെയ്യുന്നതിലും വ്യർത്ഥമായിട്ട് മറ്റൊന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അതായത് നമ്മൾ എത്ര പരിശ്രമിച്ചാലും എത്ര നന്നായിട്ട് പ്രവർത്തിച്ചാലും നമ്മൾ ശ്രദ്ധിക്കുന്നത് തെറ്റായ കാര്യത്തിലേക്കാണെങ്കിൽ അതിന് നമുക്ക് ഫലം ഉണ്ടാവില്ലല്ലോ, അല്ലെ? ഒരു കഥ നമുക്ക് നോക്കിയാല് 1960കളില് US പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെന്നഡി, അദ്ദേഹം നാസയിലെത്തി. അവിടെ അദ്ദേഹം ചെന്നപ്പോൾ ആ ബിൽഡിങ്ങിൽ അവിടുത്തെ ജാനിറ്റർ അല്ലെങ്കിൽ ക്ലീനർ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, അദ്ദേഹത്തിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പ്രസിഡന്റ് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്താണ് ചെയ്യുന്നത് ഇവിടെ? അപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരമായിരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മനുഷ്യനെ മൂണിലേക്ക് അയക്കാൻ, ചന്ദ്രനിലേക്ക് അയക്കാനായിട്ട് സഹായിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഒരു എഞ്ചിനീയർ അല്ല, ഒരു ശാസ്ത്രജ്ഞനല്ല, ഒന്നുമല്ല. അദ്ദേഹം ഒരു ക്ലീനിങ് ചെയ്യുന്ന ആളാണ്. അപ്പൊ നമുക്ക് പറയാൻ വേണമെങ്കിൽ ചെറിയ ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല ചിന്തിച്ചത്. അദ്ദേഹത്തിന് വലിയൊരു ലക്ഷ്യം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഈ ചെയ്യുന്ന ജോലിയും ഇത് വലിയൊരു ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഒന്നാണെന്നുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല, എന്തിനാണത് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇതേ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, നോട്ട് എവറിത്തിങ് ദാറ്റ് ഡിമാൻഡ്സ് അവർ അറ്റൻഷൻ ഡിസേർവ്സ് അവർ അറ്റൻഷൻ, അല്ലെ? ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവും. ഇതിന്റെ എല്ലാം പുറകെ പോയി ഇതിനെല്ലാം നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. US-ല് വാർ ടൈമില് ഒരു വാർഷിപ്പ് ഇങ്ങനെ കടലിൽ കൂടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടാവാം, ലൈറ്റ് ഹൗസ് സ്റ്റോറി എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം ഈ ക്യാപ്റ്റൻ മുന്നോട്ട് നോക്കിയപ്പോൾ അങ്ങ് ദൂരെ പുള്ളിക്ക് ഒരു ലൈറ്റ് കാണാം. അപ്പം അദ്ദേഹം ഇച്ചിരി അസ്വസ്ഥനായി, ഇതെന്താണ് എൻ്റെ നേരെ വരുന്ന ഇത്? അപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം മെസ്സേജ് അയച്ചു, നിങ്ങൾ ഒരു 10 ഡിഗ്രി സൗത്തിലേക്ക് മാറി നിങ്ങളുടെ ഡയറക്ഷൻ മാറ്റി യാത്ര ചെയ്യണം എന്ന് പറഞ്ഞു. ഉടൻ തന്നെ മറുപുറത്ത് നിന്ന് റിപ്ലൈ വന്നു, നിങ്ങൾ 10 ഡിഗ്രി നോർത്തിലേക്ക് മാറി നിങ്ങളുടെ യാത്ര തുടരണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് US വാർഷിപ്പിന്റെ ക്യാപ്റ്റൻ അല്ലേ, പുള്ളിക്ക് ശരിക്കും ദേഷ്യം വന്നു. പുള്ളി അത് ചൊടിപ്പിച്ചു. പുള്ളി പറഞ്ഞു, ഐ എം ദ ക്യാപ്റ്റൻ ഓഫ് എ വാർഷിപ്പ്. അപ്പം മറുപുറത്തുനിന്ന് വീണ്ടും റിപ്ലൈ വന്നു, ഐ എം ദ ലൈറ്റ് ഹൗസ്. അപ്പം എന്താ പറ്റിയത് നമുക്ക് മനസ്സിലാക്കാം, അല്ലെ? പെട്ടെന്ന് തന്നെ ക്യാപ്റ്റന് ഷിപ്പിന്റെ ഡയറക്ഷൻ മാറ്റേണ്ടി വന്നു യാത്ര തുടരാനായിട്ട്. അല്ലെങ്കിൽ അവിടെ ചെന്ന് ക്രാഷ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ നമ്മുടെ ലെസൺ എന്ന് വെച്ചാൽ,
some things in life, they are not negotiable. So we have to focus on the right things. If we focus on the wrong things, no matter how hard we work, we might crash into things. അല്ലെ? അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, മുൻഗണന എടുക്കേണ്ടത് ആവശ്യമാണ്. ശരിയായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കണം. പക്ഷെ ശരിയായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കണമെങ്കിൽ നമുക്കൊരു മുൻഗണന തീർച്ചയായിട്ടും ഉണ്ടാകണം. അപ്പൊ ഈ മുൻഗണനയുടെ പ്രാധാന്യം പറയുന്നതിന് ഒരു എക്സാമ്പിൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അതായത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ബിഗ് റോക്ക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിളാണ്. ഇത് നമ്മുടെ സ്റ്റീഫൻ കോവി, എല്ലാവർക്കും അറിയാമല്ലോ, ഒരു പ്രശസ്ത എഴുത്തുകാരനാണല്ലോ. സ്റ്റീഫൻ കോവി അദ്ദേഹം ഈ എക്സാമ്പിൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു ഇത് വിശദീകരിക്കാനായിട്ട്. ഒരു വലിയ ജാറ് നമ്മൾ സങ്കല്പിക്കുക. ആ വലിയ ജാറിൽ നമ്മൾക്ക് പല കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, വലിയ ലാർജ് റോക്സ്, ബിഗ് റോക്സ് ഉണ്ട്, പിന്നെ സാൻഡ് ഉണ്ട്, ചെറിയ റോക്സ് ഉണ്ട്, പിന്നെ അതിന്റെ എല്ലാം മുകളിൽ വെള്ളവും കൂടാവും. അപ്പോൾ എങ്ങനെ ഇത് നിറയ്ക്കും? ഈ ജാറിൽ ഇതെല്ലാം കൂടെ കൊള്ളുകയും വേണം. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ വലിയ റോക്സ് നമ്മൾ അതിനകത്ത് ഇടുക. ആ വലിയ റോക്സ് ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ മണലിടുക. അപ്പൊ ഈ റോക്സിനിടയിലൊക്കെ ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പൊ ഈ മണല് വന്ന് അത് ഫില്ല് ചെയ്ത് ആ സ്പേസ് മുഴുവൻ ഫില്ല് ചെയ്ത് ആ മണൽ അവിടെ അങ്ങനെ അതിനിടയിൽ കൂടെ തന്നെ ഫില്ല് ചെയ്യാൻ പറ്റും. അതിന്റെ മുകളിൽ ചെറിയ റോക്സ് ഇടാം, അതിന്റെ മുകളിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പം ഏറ്റവും ആദ്യം നമ്മൾ മണൽ കൊണ്ടിട്ടിരുന്നെങ്കിൽ ഇതെല്ലാം കൂടെ അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും പറ്റില്ല. കാരണം ആ മണൽ എടുത്തിട്ട് കഴിയുമ്പോൾ ആ സ്പേസ് മുഴുവൻ അവിടെ ഫില്ലായി പോകും. അപ്പോൾ അതിന്റെ പുറത്തോട്ട് പിന്നെ വലിയ റോക്സ് കൊണ്ടിടാൻ നോക്കിയാൽ ഒന്നോ രണ്ടോ എണ്ണ ഇടായിരിക്കും, ബാക്കിയുള്ളത് മുഴുവൻ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള ചെറിയ കല്ലുകൾ ഒന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് ഇത് കണക്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ, നമ്മുടെ ലൈഫിലെ ഈ വലിയ റോക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുടുംബം, അതുപോലെ ജീവിതത്തിന്റെ ലക്ഷ്യം, അർത്ഥവത്തായിട്ടുള്ള നമ്മുടെ ഓരോ കാര്യങ്ങൾ, ഓരോ ജോലികൾ, ഇതൊക്കെയാണ് നമ്മുടെ വലിയ റോക്സ്, ബിഗ് റോക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നെങ്കിൽ നമ്മുടെ വലിയ റോക്സിന് നമുക്ക് സ്പേസ് ഉണ്ടാവുകയില്ല. അപ്പൊ ഈ മണൽ ആദ്യം ഇടുന്നത് പോലെ ചെറിയ കാര്യത്തിന് നമ്മൾ, വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ചെറിയ കാര്യത്തിന്, ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ വലിയ റോക്സിന്, വലിയ കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിലാണ് നമുക്ക് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്ന ആദ്യത്തെ പടിയാണ്. ആ ആദ്യത്തെ പടിയിൽ നമ്മൾ നല്ല കാര്യം, അതായത് ശരിയായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പൊ ആ ശരിയായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് മുൻഗണന ഉണ്ടാകണം. ശരിയായ മുൻഗണന കൊടുത്തിട്ട് വേണം ശരിയായ കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ കാര്യമാണ് എഫിഷ്യൻസി. അപ്പോൾ നമ്മൾ ശരിയായ കാര്യങ്ങൾ തിരഞ്ഞെടുത്തു, ഇനിയിപ്പം ആ ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് എഫിഷ്യൻസി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ സമയം, നമ്മുടെ എനർജി, പിന്നെ നമ്മുടെ റിസോഴ്സസ്, അറിവ്, ഇതൊക്കെ ശരിയായ രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ കൂടുതൽ സക്സസ്ഫുൾ ആകാനും കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു തീർക്കാനും സാധിക്കുള്ളൂ. US പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ, അദ്ദേഹം ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇഫ് ഐ ഹാഡ് 6 hours to cut down a tree, I will use 4 hours to sharpen the axe. അതെന്താണ് അവിടെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതൊരു തയ്യാറെടുപ്പാണ്, അല്ലേ? ആ ജോലി നന്നായി ചെയ്ത് തീർക്കുന്നതിനുള്ള തയ്യാറെടുപ്പാണ്. അതായത് ഇപ്പൊ രണ്ടുപേര് മരം വെട്ടുന്നു. ഒരാള് ഹോൾ ഡേ അദ്ദേഹം സ്പെൻഡ് ചെയ്തു മരം വെട്ടാനായിട്ട്. പക്ഷെ അദ്ദേഹം ആക്സ് ഒന്നും ഷാർപ്പൻ ചെയ്തില്ല, വെട്ടിക്കൊണ്ടേയിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ ഷാർപ്നെസ് പോയി. പക്ഷെ അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ എക്സേർട്ട് ചെയ്യേണ്ടി വന്നു, കൂടുതൽ ടയേർഡായി. എന്നാൽ കാര്യമായ രീതിയിൽ ആ ജോലി ചെയ്ത് തീർക്കാനും കൂടുതൽ മരങ്ങൾ വെട്ടാനും സാധിച്ചില്ല. അതേസമയത്ത് രണ്ടാമത്തെ ആള് എന്ത് ചെയ്തു? അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നിർത്തി അതിന്റെ ആക്സ് നല്ലതായിട്ട് ഷാർപ്പൻ ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് ഇടയ്ക്ക് ഒരു റെസ്റ്റ് ഒക്കെ എടുത്തു. അങ്ങനെ പക്ഷേ വളരെ ഇഫക്റ്റീവ് ആയിട്ടെന്നുള്ളതല്ല, എഫിഷ്യന്റ് ആയിട്ട് പുള്ളിക്കാരന് ആ കാര്യം ചെയ്തു തീർക്കാനായിട്ട് എഫിഷ്യൻസി അദ്ദേഹം അതിനകത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ
ജോലി ചെയ്യുക എന്നുള്ളതല്ല, നമ്മളെ ബുദ്ധിപൂർവ്വം സ്മാർട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ എഫിഷ്യൻസിയിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ പഠിക്കുന്ന കാര്യം എടുത്താൽ, രണ്ട് മക്കള് പഠിക്കുകയാണ്. ഇപ്പം പരീക്ഷക്കാലമൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ ഇവര് പഠിക്കുന്ന സമയത്ത് രണ്ട് കുട്ടികളുണ്ട്. ഒരാള് രാവിലെ പരീക്ഷ സമയമാണ്, രാവിലെ തൊട്ട് പഠിക്കാനിരിക്കുകയാണ്. ചോദിക്കുമ്പോൾ എല്ലാം പഠിക്കുകയാണ് പഠിക്കുകയാണ് പഠിക്കുകയാണ്. അപ്പൊ ഈ കുട്ടി പഠിക്കുന്നു പറയുന്നത് എന്താണ് ചെയ്യുന്നത്? രാവിലെ തൊട്ടേ ബുക്കിന്റെ മുന്നിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്, ആ കുട്ടിക്ക് ഒരു പ്രത്യേകമായ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. കാരണം പ്രധാനമായ വിഷയങ്ങൾ എന്താന്ന് കുട്ടി കണ്ടുപിടിച്ചിട്ടില്ല, സിലബസ് ഒന്നും കാര്യമായിട്ട് നോക്കിയിട്ടില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് അറിയുകയാണല്ലേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാന്ന്. അപ്പം നേരത്തെ ഒന്നും നല്ല രീതിയിൽ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ റിവൈസ് ചെയ്യാനായിട്ട് നല്ല നോട്ട്സ് ഒന്നും എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രോപ്പർ പ്ലാനിങ്ങും ഒന്നും, ഒരു സ്റ്റഡി സ്കിൽസ് ഒന്നും നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പഠിക്കുന്ന ഒരാൾ. രണ്ടാമത്തെ കുട്ടിയാണെങ്കിൽ സിലബസ് ഒക്കെ തന്നെ നന്നായിട്ട് മനസ്സിലാക്കി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി, അതുപോലെ നല്ല രീതിയിൽ റിവൈസ് ചെയ്തു. പുള്ളി നേരത്തെ പഠിച്ചപ്പോൾ തന്നെ പുള്ളി നോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ എടുത്തു. കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കാതെ ഫിസിക്കലി മെന്റലി ഒരു ചെറിയ ബ്രേക്ക് ഒക്കെ ഇടയ്ക്കൊക്കെ എടുത്ത് നല്ല രീതിയിൽ തന്നെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടും സ്ട്രക്ചേർഡ് ആയിട്ടും പുള്ളി ആ പഠനം പൂർത്തിയാക്കി. അപ്പൊ ഈ ആദ്യത്തെ കുട്ടിയാണോ രണ്ടാമത്തെ കുട്ടിയാണോ പരീക്ഷ വരുമ്പം ആ മാർക്ക് വരുമ്പോൾ നല്ല രീതിയിൽ മാർക്ക് മേടിക്കുന്നത്? വട്ട് ഡു യു തിങ്ക്? ഓർഗനൈസ്ഡ് ആയി പഠിച്ച കുട്ടി. എക്സാക്ട്ലി. താങ്ക് യു. രണ്ടാമത്തെ കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പലപ്പോഴും സാധിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആളെ എടുത്ത് നോക്കിയാൽ ഹി വാസ് ഫുള്ളി ബിസി, അല്ലെ? രാവിലെ തൊട്ടും വൈകിട്ട് വരെയും പുള്ളി ബിസി ആയിരുന്നു. പക്ഷേ ഇഫക്റ്റീവ് ആയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിക്ക് പഠിക്കാനുണ്ട്, അതുകൊണ്ട് പുള്ളി പഠിക്കാനിരുന്നു വായിക്കുന്നു. പക്ഷേ അത് അവിടെ എഫിഷ്യൻസി ഇല്ലായിരുന്നു, അല്ലെ? രണ്ടാമത്തെ ആളെന്നാൽ എഫിഷ്യന്റ് ആയിട്ടാണ് പഠിച്ചത്. കൂടുതൽ സമയം ചെലവഴിക്കുന്നതിലല്ല അപ്പം വിജയമുള്ളത്, നമ്മളെ ശരിയായ രീതിയിൽ കാര്യം ചെയ്യുന്നതിനാണ് ഇമ്പോർട്ടൻസ്. ഇതിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിലെ ഒരു ഒരു സ്റ്റോറി പറയാം. ഒരു 45 വർഷങ്ങൾക്കൊക്കെ മുമ്പാണ് ഞാൻ എബ്രോഡ് ആയിരുന്ന സമയത്ത്, അവിടെ ആദ്യമായിട്ട് അങ്ങോട്ട് പോയ സമയത്ത് അവിടെ ചെന്നുടനെ തന്നെ ജോലിയൊക്കെ കിട്ടി. അപ്പോൾ ആ ജോലി ഒരു സോഷ്യൽ സർവീസസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അവിടെ വെൽഫെയർ ഫോംസ് ആപ്ലിക്കേഷൻ തന്നിരിക്കുന്നത്, അത് ആ ഫോംസ് എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം കറക്റ്റായിട്ടെല്ലാം ഉണ്ടോ എന്ന് നോക്കി വെരിഫൈ ചെയ്യണം. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യണം, അപ്രൂവ് ചെയ്യാൻ ഓക്കെ ആക്കണം. അപ്പോൾ നമുക്കൊരു ടാർഗറ്റ് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾ 100 എണ്ണം ചെയ്യണം. ഒരു ദിവസം കഴിയുന്നത് മാക്സിമം 100 എണ്ണം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ആരംഭ ശൂരത്വം എന്നൊക്കെ പറയത്തില്ലേ, നമുക്ക് പുതിയതായിട്ടൊരു ജോലി കിട്ടിയത്, അപ്പോൾ വലിയ സന്തോഷമാണ്. അപ്പോൾ ഇത് 100 എണ്ണം അല്ലേ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ അങ്ങ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ രാവിലെ തൊട്ട് നമ്മൾ ചെല്ലുന്ന ഉടനെ തൊട്ട് ഇത് തുടങ്ങി ഒരു കാര്യമായ ബ്രേക്ക് ഒന്നും എടുക്കാതെ ആ 100 എണ്ണം തീർക്കാം എന്നുള്ള ഒരു ചിന്തയില് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ബാക്കിയുള്ളവരൊന്നും, അപ്പൊ എനിക്ക് ഒരു ചെയ്യാൻ പറ്റി, ഒരു 90-95 ഒക്കെ വരും. പക്ഷെ ബാക്കിയുള്ളവർ നോക്കുമ്പം അവരൊരു 70-75 ഒക്കെ ചെയ്യുന്നുള്ളൂ. പക്ഷെ ദാറ്റ് വാസ് ഓക്കെ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 95 ചെയ്യുന്നതിനകത്ത് പലതിലും നമ്മൾക്ക് ധൃതി വെച്ച് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റായിട്ടൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റാതെ ചിലതിനൊക്കെ മിസ്റ്റേക്സ് വരും, നമ്മൾ കണ്ടുപിടിക്കാതെ പോകും. അപ്പോഴാണ് മനസ്സിലായത്, ശരിക്കും നമ്മൾ എത്രയും കൂടുതൽ ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്ന കാര്യം പ്രോപ്പറായിട്ട് അത് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള അങ്ങനെ ഒരു പാഠം ആദ്യമേ തന്നെ പഠിക്കുവാൻ ഇടയായി. സോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മൾ ചെയ്യുന്ന കാര്യം നല്ല രീതിയിൽ നമ്മൾ അത് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യമാണ് അക്കോംപ്ലിഷ്മെന്റ്. ഓർക്കുന്നുണ്ടല്ലോ അക്കോംപ്ലിഷ്മെന്റ്. അപ്പം അക്കോംപ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥമായ നേട്ടങ്ങൾ കൈവരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പൂർത്തിയാക്കുക. നമ്മളൊക്കെ പല കാര്യങ്ങളും തുടങ്ങും, പക്ഷെ ചിലതൊക്കെ നമ്മളങ്ങ് വിട്ടുകളയും, അത് പൂർത്തിയാക്കാനേ പോകത്തില്ല. എന്നാൽ ചിലപ്പം പ്രധാനമായിട്ടുള്ള, എന്നാൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം പൂർത്തിയാക്കും, പക്ഷെ പ്രധാനമായിട്ടുള്ളതൊക്കെ പലതും പൂർത്തിയാക്കാതെ പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാറുണ്ട്. നമ്മൾ തോമസ് ആൽവ എഡിസൺ സയന്റിസ്റ്റിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ നമുക്ക് എല്ലാം അറിയാവുന്നതാണ്. പുള്ളി ലൈറ്റ് ബൾബ് കണ്ടുപിടിക്കാനായിട്ട് പ്രയത്നിച്ചപ്പോൾ ഒത്തിരി പ്രാവശ്യം പുള്ളിക്ക് ഫെയിലിയർ ഉണ്ടായി. ഒരു 1000 തവണ
പുള്ളിക്ക് ഫെയിലിയർ ഉണ്ടായി. അപ്പം അദ്ദേഹത്തോട് ഒരു റിപ്പോർട്ടർ ചോദിച്ചു, താങ്കൾ 1000 പ്രാവശ്യം ഫെയിൽ ചെയ്തില്ലേ, പരാജയപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ റിപ്ലൈ, ഐ ഡിഡ് നോട്ട് ഫെയിൽ 1000 ടൈംസ്, ഐ ഡിസ്കവേർഡ് 1000 വേസ് ദാറ്റ് ഡു നോട്ട് വർക്ക്. അതായത് ഞാൻ പരാജയപ്പെട്ടില്ല, പ്രവർത്തിക്കാത്ത 1000 മാർഗങ്ങൾ ഞാൻ കണ്ടെത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സക്സസിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾക്ക് പരാജയം ഉണ്ടാവില്ല എന്നർത്ഥമില്ല. തീർച്ചയായിട്ടും പരാജയം ഉണ്ടാകും. പക്ഷെ ആ പരാജയത്തെ നമ്മൾ മനസ്സിലാക്കുക, എന്തുകൊണ്ട് അവിടെ പരാജയപ്പെട്ടു, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പാഠം പഠിച്ചിട്ട് നമ്മൾ മറ്റ് വഴി കണ്ടുപിടിച്ച് അതിൽ കൂടി മുന്നോട്ട് പോവുകയാണെങ്കിലാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പം പരാജയത്തിന് ശേഷവും മുന്നോട്ട് പോകുന്ന ആൾക്കാർക്കാണ് സക്സസ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ സക്സസിനെ പറ്റി പറയുമ്പോൾ അതിന്റെ 1-2 കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് മെക്സിക്കോയിലെ ഒരു ബാങ്കർ ഒരിക്കൽ ഹോളിഡേയ്സിന് പോയി. അദ്ദേഹം അവിടെ ഒരു വില്ലേജിലാണ് പോയത്. അവിടെ ഫിഷർമാൻ ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ മത്സ്യത്തൊഴിലാളികളെയൊക്കെ കണ്ടു. അതിലെ ഒരു മത്സ്യത്തൊഴിലാളി അദ്ദേഹം നോട്ട് ചെയ്ത് നല്ല രീതിയിൽ ഹാർഡ് വർക്കിംഗ് ആണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹം കണ്ടു. അപ്പൊ ഈ തൊഴിലാളിയോട് അദ്ദേഹം സംസാരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ ഇതുപോലെ നന്നായിട്ട് മുന്നേറുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബോട്ടുകളൊക്കെ നല്ല രീതിയിൽ നിങ്ങളുടെ മീന് കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബോട്ടുകൾ മേടിക്കാൻ പറ്റും. ഈ ബോട്ടുകൾ പലത് മേടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു കമ്പനി തന്നെ തുടങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കോടീശ്വരനായിട്ട് മാറാനും ഉള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നല്ല രീതിയിൽ ഇതുപോലെ പ്രവർത്തിച്ചാൽ മതി. പക്ഷെ ഈ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായി മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഈ മത്സ്യത്തൊഴിലാളി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എത്ര സമയമെടുക്കും ഇതിലേക്ക് എത്താൻ? അപ്പോൾ ഈ ബാങ്കർ പറഞ്ഞു, ഒരു 20 വർഷം. അപ്പോൾ വീണ്ടും അദ്ദേഹം ചിരിച്ചിട്ട് ചോദിച്ചു, വാട്ട് ദെൻ? ഇത് കഴിഞ്ഞിട്ട് എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഈ ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് സമാധാനമായിട്ട് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് കഴിയാൻ പറ്റും. അപ്പോഴാണ് ഈ മത്സ്യത്തൊഴിലാളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ഞാൻ ഇപ്പോൾ ഇത് തന്നെയാണല്ലോ ചെയ്യുന്നത്, ഇത് തന്നെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കണം, ശരിക്കും നമ്മുടെ ലക്ഷ്യത്തിന്റെ പുറകെ നമ്മളിങ്ങനെ ഓട്ടം മാത്രമാണോ, നമ്മൾ അതിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുവാണോ, ആർ വി ലിവിങ് ഇറ്റ്? ഈ മത്സ്യത്തൊഴിലാളിയെ പോലെ ഹി വാസ് ഓൾറെഡി ലിവിങ് ഇറ്റ്. വേറസ് ബാങ്കർ പറയുന്നത് യു കീപ് ചേസിങ് ആൻഡ് ചേസിങ് ആൻഡ് ചേസിങ്. അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇറ്റ്സ് ഗുഡ് ഫോർ യു ടു ലിവ് ഇറ്റ് എന്നുള്ളതാണ് അവിടുത്തെ എക്സാമ്പിളിൽ നമുക്ക് തരുന്നത്. അപ്പൊ ഈ സക്സസ് എന്ന് പറയുന്നത് ഐ വുഡ് ലൈക്ക് ടു ഗിവ് യു ഒരു ഇക്വേഷൻ. അതായത് ഈ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, സക്സസ് ഈക്വൽസ് ഇന്റൻഷൻ പ്ലസ് ഇന്റഗ്രിറ്റി. അതായത് സ്റ്റീഫൻ കോവിയുടെയും ടോണി റോബിൻസ് എന്ന് പറഞ്ഞ വേറെ ഒരു ഫേമസ് ആളുണ്ടല്ലോ. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ തോട്ട്സിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഒരു ഇക്വേഷൻ ആണ്. അതായത് ഞാൻ പറഞ്ഞത് സക്സസ് ഈക്വൽസ് ഇന്റൻഷൻ പ്ലസ് ഇന്റഗ്രിറ്റി. അപ്പോൾ എന്താണ് ഈ ഇന്റൻഷൻ? ഇന്റൻഷന് 3 കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്താണ് എനിക്ക് വേണ്ടത്, എന്തുകൊണ്ടാണ് എനിക്കത് വേണ്ടത്, ഇനി അത് ലഭിച്ചു കഴിഞ്ഞാൽ, ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഈ 3 കാര്യങ്ങളും നമ്മൾ അറിയുവാണെങ്കിൽ that gives a lot of clarity to your intention. So that was the first thing, intention. Then second one, integrity. എന്താണ് ഇന്റഗ്രിറ്റി? അതിനുകൊണ്ട് 3 കാര്യങ്ങളുണ്ട്. നമ്മൾ പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ 3 കാര്യവും ഒരുപോലെ കൊണ്ടുപോകണം. അത് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം. നമ്മൾ പറയുന്നതായിരിക്കണം, നമ്മൾ ചിന്തിക്കുന്നതായിരിക്കണം നമ്മൾ പറയുന്നതായിരിക്കണം നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് അലൈൻഡ് ആയിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ ഈ ഒരു കോമ്പിനേഷനിൽ നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് സക്സസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ ചേസ് ചെയ്തുകൊണ്ട് മാത്രം ഇരിക്കുകയല്ല ചെയ്യേണ്ടത്, യു ഹാവ് ടു ലിവ് ഇറ്റ് ആസ് വെൽ. ജെഫ് ബെസോസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരാളാണല്ലോ. കണക്ക് പ്രകാരം പറയുന്നത് 2025 ഡിസംബറിൽ കണക്കാന്ന് തോന്നുന്നു ഞാൻ കണ്ടത്.
239 ബില്യൺ ആസ്തിയുള്ള ഒരാളാണ്, നെറ്റ്വർത്ത് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഒരിക്കല് ഈ ഓൺട്രപ്രന്യൂർഷിപ്പിനെ പറ്റി സംസാരിച്ചപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, പുതിയ ഒരു ഐഡിയ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, എന്നാൽ അതിനെ സക്സസ്ഫുൾ പ്രോഡക്റ്റ് ആക്കി എത്തിക്കുന്നത് അധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ അതിന് എന്തൊക്കെ വേണം? അതിന് നല്ലൊരു വിഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് യു ഹാവ് ടു ബി സ്റ്റബേൺ വിത്ത് ദാറ്റ് വിഷൻ. ആ ഒരു വിഷൻ നമുക്കുണ്ടായി അതിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. യു ഹാവ് ടു ഹാവ് ദാറ്റ് വിഷൻ. എന്നാൽ അതിനോടൊപ്പം തന്നെ യു ഹാവ് ടു ഹാവ് ഫ്ലെക്സിബിലിറ്റി. കാരണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം ചിലപ്പം അതിന്റെ ഡീറ്റെയിൽസ് ചിലപ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റേണ്ടി വരും. നമ്മൾ എഡിസന്റെ കാര്യം പറഞ്ഞ പോലെ പല പല കാര്യങ്ങൾ ചിലപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല പോകുന്നത്. അപ്പൊ അതിന് നമ്മൾക്ക് ഫ്ലെക്സിബിൾ ആകാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാകണം. എന്നാലേ നമ്മുടെ വിഷനിൽ നമ്മൾ സ്റ്റബേൺ ആയിട്ട് നിൽക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. എന്നാൽ നമ്മൾക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകണം. അതിൽ വേണ്ടതായ കറക്ഷൻസ് വരുത്തി മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ പെർസിസ്റ്റൻസ്, അതിൽ നമ്മൾ പെർസിസ്റ്റ് ചെയ്ത് നിൽക്കണം. പിന്നെ റിലൻറ്റ്ലെസ് ആയിരിക്കണം, വിട്ടുപോകാതെ നമ്മൾ അതേ തന്നെ പിടിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ എ മൈൻഡ് ദാറ്റ് ഡസ് നോട്ട് ഗിവ് അപ്പ്, അതുമൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വൈൽഡ് ഹോഴ്സ് ഇഫക്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതായത് ഇതൊരു സയന്റിഫിക് കോൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇറ്റ്സ് എ മെറ്റഫോർ. അതായത് നമ്മുടെ എനർജിയും ഡയറക്ഷനും ഇത് തമ്മിലുള്ള കണക്ഷൻ കാണിക്കുന്ന ഒരു കാര്യമാണ്. അതായത് വൈൽഡ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാം അല്ലെ, അതിന് ടൈംഡ് അല്ല, അതിന് ഭയങ്കരമായിട്ട് ശക്തിയുണ്ട്, പക്ഷെ അതിന് യാതൊരു ഡയറക്ഷനും ഇല്ല, കൺട്രോളും ഇല്ല. അപ്പോൾ ഒരു നിയന്ത്രണമില്ലാത്ത എനർജിയും നിയന്ത്രണമില്ലാത്ത ഡയറക്ഷനും ആണെങ്കിൽ അവിടെ സക്സസ് ഉണ്ടാവുമോ? what do you think? ഉണ്ടാകുമോ? ഇല്ല. തീർച്ചയായിട്ടും ഇല്ല. അവിടെ കെയോസ് ആയിരിക്കും ഉണ്ടാകുന്നത്, കൂടുതൽ കൺഫ്യൂഷനും പ്രോബ്ലങ്ങളായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ 3 എലിമെന്റ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഇഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി ആൻഡ് അക്കോംപ്ലിഷ്മെന്റ്. അതുമായിട്ട് നമുക്ക് ഈ വൈൽഡ് ഹോഴ്സ് ഇഫക്റ്റിനെ ഒന്ന് കണക്ട് ചെയ്യാം. അത് നോക്കുകയാണെങ്കിൽ ഈ വൈൽഡ് ഹോഴ്സ് ഈസ് ജസ്റ്റ് റണ്ണിങ്. സോ ഓട്ടം തന്നെ ഓട്ടമാണ്, ബിസിയാണ്, ബീയിങ് ബിസി അല്ലെ, ബട്ട് ഇറ്റ്സ് നോട്ട് റണ്ണിങ് ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ. അപ്പൊ പിന്നെ ശരിയായ റിസൾട്ട് അവിടെ ഉണ്ടാകത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ബിസി ഓൾ ഡേ, പക്ഷെ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തോ എന്ന് ചോദിച്ചാൽ സംശയമായിരിക്കും അല്ലെ. സോ ദാറ്റ് എനർജി വിത്തൗട്ട് ഡയറക്ഷൻ ഇറ്റ് കിൽസ് ഇഫക്റ്റീവ്നെസ്. അതാണ് ഒന്നാമത്തെ ഇഫക്റ്റീവ്നെസ്സിനെ പറ്റിയുള്ളത്. രണ്ടാമത് എഫിഷ്യൻസി ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പം വൈൽഡ് ഹോഴ്സിന് എക്സ്ട്രാ എനർജി ഉണ്ട്, പക്ഷേ സ്ട്രെയിൻഡ് ഹോഴ്സിനാകുമ്പോൾ അത് കൺട്രോൾഡ് ആണ്. അതിന് മൂക്കിൽ റെയിൻ ഒക്കെ ഇട്ട് അതിനെ കൺട്രോൾ ചെയ്ത് പിടിച്ചുകൊണ്ടാണല്ലോ പോകുന്നത്. അപ്പം അതിന് കുറച്ച് എനർജി ഉണ്ട്, അതിനുള്ള മുഴുവൻ എനർജിയും ഒരുമിച്ചെടുക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല, അതിനെ കൺട്രോൾഡ് ആണ്. ബട്ട് മോർ ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് അല്ലേ. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു 5 മണിക്കൂർ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, പക്ഷെ അത് നല്ല രീതിയിലല്ല, ശരിയായ രീതിയിലല്ല ചെയ്യുന്നതെങ്കിൽ ഒരു 2 മണിക്കൂർ കൊണ്ട് ശരിയായ രീതി, 2-3 മണിക്കൂർ കൊണ്ട് ശരിയായ രീതിയിൽ ചെയ്താൽ തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളായിരിക്കും അല്ലെ. അപ്പോൾ നോ കൺട്രോൾ എന്ന് പറയുന്നത് നമുക്കുള്ള എനർജി നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുകയാണ്. പിന്നെ അതുമൂലം നമ്മുടെ എഫിഷ്യൻസി കുറയുകയും ചെയ്യും. മൂന്നാമത്തേതാണ് നമ്മുടെ അക്കോംപ്ലിഷ്മെന്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. സോ അവിടെ നമ്മൾ എന്ത് നേട്ടം ഉണ്ടാക്കി എന്നുള്ളതല്ലേ, വാട്ട് ഡിഡ് യു അച്ചീവ്, നമ്മുടെ യഥാർത്ഥ നേട്ടം എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഈ വൈൽഡ് ഹോഴ്സ് ഇങ്ങനെ ഓടി 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 എവിടെയും എത്തിയില്ല. അതേസമയത്ത് കൺട്രോൾഡ് ഹോഴ്സ് അതിന്റെ ലക്ഷ്യത്തിൽ അതിനെ എത്തിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മുടെ ലൈഫിൽ നോക്കിയാൽ യെസ് വി ഹാവ് ബീൻ ബിസി ദ ഹോൾ ഇയർ, പക്ഷേ ടാഞ്ചിബിൾ ആയിട്ട് നമുക്ക് മെഷറബിൾ ആയിട്ട് എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കണം. സോ അൺകൺട്രോൾഡ് എഫേർട്ട് എന്ന് പറയുന്നത് ഒരു അച്ചീവ്മെന്റ് അല്ല, തീർച്ചയായിട്ടും അത് അച്ചീവ്മെന്റിലേക്കും സക്സസിലേക്കും നമ്മളെ എത്തിക്കുകയില്ല. സോ റണ്ണിങ് ലൈക്ക് എ വൈൽഡ് ഹോഴ്സ് എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾക്ക് നേട്ടമൊന്നും ഉണ്ടാക്കി തരില്ല. അതേ സമയത്ത്
കൺട്രോൾഡ് ഹോഴ്സിനെ നമ്മൾ നയിക്കുന്ന പോലെ കയ്യിൽ പിടിച്ച് നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും. അപ്പൊ എന്താണ് നമ്മുടെ ഈ വൈൽഡ് ഹോഴ്സ് നമ്മുടെ ലൈഫില്? നമ്മുടെ വൈൽഡ് ഹോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എനർജി പ്ലസ് ഓർ ഇമോഷൻസ്. ഇത് രണ്ടും തീർച്ചയായിട്ടും നമ്മൾ കൺട്രോളിൽ മുന്നോട്ട് ട്രെയിൻ ചെയ്ത് കൺട്രോളിൽ തന്നെ നമ്മുടെ ഹോഴ്സിനെ ട്രെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നാൽ കൺട്രോളിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. സോ ഡോണ്ട് റൺ ലൈക്ക് എ വൈൽഡ് ഹോഴ്സ്, ബട്ട് വി നീഡ് ടു റൺ വിത്ത് ഡയറക്ഷൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി നമ്മൾക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. അപ്പൊ ഈ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സിമ്പിൾ പ്രോഗ്രഷൻ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ഇമാജിൻ എ ലാഡർ വിത്ത് 3 rungs. 3 പടികൾ അതിനുണ്ട്. ആദ്യത്തെ പടി എന്ന് പറയുന്നതാണ് ഇഫക്റ്റീവ്നെസ്, രണ്ടാമത്തെ പടിയാണ് എഫിഷ്യൻസി, മൂന്നാമത്തെ പടിയാണ് അക്കംപ്ലിഷ്മെന്റ്. അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡൂയിങ് മോർ തിങ്സ്, ഇറ്റ്സ് അബൌട്ട് ഡൂയിങ് ദ റൈറ്റ് തിങ്സ് വെൽ. അപ്പം താഴത്തെ ലെവലിലെ ശരിയായ കാര്യങ്ങൾ നമ്മൾ തെരഞ്ഞെടുക്കണം. പ്രയോറിറ്റി വെച്ചിട്ട് തന്നെ, നല്ല മുൻഗണന വെച്ചിട്ട് തന്നെ നമ്മൾ തിരക്ക് പിടിച്ച് ജീവിതം മുന്നോട്ട് മാത്രം നയിച്ചുകൊണ്ടിരിക്കാതെ ശരിയായ കാര്യങ്ങൾ നമ്മൾ തെരഞ്ഞെടുത്ത് പിന്നെ എന്ത് ചെയ്യണം? രണ്ടാമത്തെ റങ് എന്ന് പറയുമ്പോൾ, രണ്ടാമത്തെ പടി എന്ന് പറയുമ്പോൾ ശരിയായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പ്രവർത്തിക്കണം. അപ്പോൾ നമ്മൾക്ക് അക്കോംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് എത്താനായിട്ട് സാധിക്കും. സോ ഡു നോട്ട് എയിം മിയർലി ടു ബി ബിസി. ബിസി ആയിരിക്കാനായിട്ട് മാത്രമല്ല ഇന്നത്തെ ദിവസം, അയ്യോ ഞാൻ വെറുതെ ഇരിക്കുന്നത് എന്തിനാ, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം, അങ്ങനെയല്ല. ഡു നോട്ട് എയിം മിയർലി ടു ബി ബിസി, ബട്ട് എയിം ടു ബി ഇഫക്റ്റീവ് ഇൻ പ്രയോറിറ്റീസ്. നമ്മൾ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് നമ്മൾ ഇഫക്റ്റീവ് ആകണം. നല്ല മുൻഗണന ഉള്ള നല്ല മുൻഗണന ഉപയോഗിച്ച് മുൻഗണനയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ നല്ലതായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം. പിന്നെ മൂന്നാമത്തേത് efficient in our actions. You have to really use our energy, our resources, our time and our knowledge, everything, all of that, use it with wisdom. Smart ആയിട്ട് ഉപയോഗിച്ച് ഏറ്റവും കുറഞ്ഞ റിസോഴ്സസ്, ഏറ്റവും കുറഞ്ഞ ടൈം, ഏറ്റവും കുറഞ്ഞ മണി, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ മാക്സിമം എഫിഷ്യന്റ് ആകാമെന്ന് നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് you can be accomplished in life. അപ്പൊ അക്കോംപ്ലിഷ്ഡ് ആകാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ആയിരിക്കുന്ന ലെവലിൽ തന്നെ നിൽക്കുകയല്ല, ബട്ട് യു നീഡ് ടു അപ്ഗ്രേഡ് യുവർ സെൽഫ്. യു നീഡ് ടു ടേക്ക് ട്രെയിനിങ്സ്, യു നീഡ് ടു ലേൺ തിങ്സ്. മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാം, നമുക്ക് തന്നെ കുറെ കാര്യങ്ങൾ പഠിക്കാം, വായിച്ചും ഒക്കെ, അല്ലെങ്കിൽ കോഴ്സസ് അറ്റൻഡ് ചെയ്ത്, അങ്ങനെയുള്ള കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് എനിക്ക് കൂടുതൽ വളരണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ യു വിൽ ബി അക്കോംപ്ലിഷ്ഡ്. ഇപ്പൊ നമ്മളൊരു വീട്ടമ്മയുടെ കാര്യം എടുത്ത് നോക്കിക്കുക. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം, സോ വി കൻ ഈസിലി കണക്ട്. നമ്മളെ ചെറുപ്പത്തിൽ തൊട്ടേ കുക്കിങ്ങും കാര്യമൊക്കെ അമ്മമാര് ചെയ്യുന്നത് കണ്ടു, നമുക്കത് നമ്മൾ കുറെയൊക്കെ പഠിക്കും. വീട്ടിൽ അന്നേരം അധികം ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് വരുമ്പോഴത്തേന് നമ്മുടേതൊരു ആവശ്യമാണ്. അപ്പൊ പിന്നെ നമ്മൾക്ക് അത് കണ്ടും കേട്ടും ഒക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അത് ജനറ്റിക് ആയിട്ട് ഉണ്ട്, ജനറ്റിക് ഫാക്ടർ അവിടെ ഉണ്ട്. അപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ നമ്മളും അത് കുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മളങ്ങ് പഠിച്ചു. അപ്പം നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് ചെയ്യുന്നത് ഇതെന്റെ ഒരു ജോലിയാണ്, ഇതെനിക്ക് ചെയ്തു തീർക്കണം എന്നുള്ള രീതിയിൽ മാത്രം ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് ഓൺലി ഇഫക്റ്റീവ്. അതേ സമയത്ത് ചെയ്യുന്ന കാര്യം ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ, ഒരു പാഷനോടുകൂടി, ഞാൻ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ഫീലിങ്ങോടുകൂടി ചെയ്യുമ്പോൾ ദാറ്റ് ബിക്കംസ് മോർ ഇഫക്റ്റീവ്. ഇനിയും അക്കോംപ്ലിഷ്ഡ് എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി പഠിച്ച് വേണമെങ്കിൽ നല്ലൊരു കുക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഇതിനെ റിലേറ്റഡ് ആയിട്ട് തുടങ്ങാം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് അല്ലെ ക്ലാസ്സസ് കൊടുക്കാം, കുക്കിംഗ് ക്ലാസ്സസ് കൊടുക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ദാറ്റ് പേഴ്സൺ ബിക്കംസ് എ അക്കോംപ്ലിഷ്ഡ് പേഴ്സൺ. ഇതുപോലെ തന്നെ നമ്മുടെ വർക്ക് ലൈഫിലും ഇതുപോലെ നമ്മൾക്ക് ഇഫക്റ്റീവ് മാത്രമല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണം, അതുപോലെ തന്നെ അക്കോംപ്ലിഷ്ഡ് ആയിട്ട് മാറാനായിട്ട് സാധിക്കണം. അപ്പോൾ എനിക്ക് നിങ്ങളോട് 3 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുള്ളത് ഈ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത്. ഒന്നാമത്തേത്, am I doing the right things? ഞാൻ ശരിയായ കാര്യങ്ങൾ തന്നെയാണോ ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് റിഫ്ലക്ട് ചെയ്ത് നോക്കുക. രണ്ടാമത്തേത്, am I doing it the right way?
ഞാൻ ഈ ശരിയായ കാര്യങ്ങളെ പ്രയോറിറ്റി അനുസരിച്ച് തിരഞ്ഞെടുത്തത്, am I doing it the right way? ശരിയായ രീതിയിൽ തന്നെയാണോ അത് ചെയ്യുന്നത്? മൂന്നാമത്തെ കാര്യം, ഡിഡ് ഐ ഫിനിഷ് വാട്ട് ട്രൂലി മാറ്റേഴ്സ്? ശരിയായ കാര്യങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ വലിയ കല്ലുകൾ ഓർക്കുന്നുണ്ടല്ലോ, ആ കാര്യങ്ങൾ തന്നെ വാട്ട് ട്രൂലി മാറ്റേഴ്സ് ടു മീ ആണോ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ അതിലേക്കാണോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഈ 3 കാര്യങ്ങൾ നമ്മളൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്കൊരു തിരിച്ചറിവുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇഫക്റ്റീവ് മാത്രമല്ല, എഫിഷ്യന്റ് മാത്രമല്ല, അക്കോംപ്ലിഷ്ഡ് ആയിട്ടുള്ള ലൈഫിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിന് ഓരോരുത്തർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇതിനോട് ചേർത്ത് വെക്കാനുള്ളതും നിങ്ങളുടെ ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസസും ഒക്കെ ഷെയർ ചെയ്താൽ നന്നായിരിക്കും. അത് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. സോ താങ്ക് യു വെരി മച്ച്. Susan ma'am, യെസ്. happy morning. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്. നല്ല ഭംഗിയായിട്ട് അത് വണ്ടർഫുൾ സെഷൻ ആയിരുന്നു കേട്ടോ മാം. അതിമനോഹരായിരുന്നു. ഇങ്ങനെ താങ്ക് യു. താങ്ക് യു. ശ്രദ്ധിച്ച് കേട്ടിരിക്കുകയായിരുന്നു. എനിക്ക് പേഴ്സണലി സ്പീക്കിംഗ് ഇതൊരു ശരിക്കും ഒരു ഐ ഓപ്പണർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. ഞാനൊരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്. പലപ്പോഴും ഇന്നലെയൊക്കെ 10 മണിക്കാണ് ബാങ്കിൽ നിന്ന് ഇറങ്ങുന്നത്. ഇയർ എൻഡിങ് ആണല്ലോ. ഇന്ന് രാവിലെ ഇതാ കഴിഞ്ഞു. കുറച്ച് നെക്സ്റ്റ് ഇത് കഴിഞ്ഞ ഒരു മോർണിംഗ് വേറൊരു മൈൻഡ് പ്ലസ് ഉണ്ട്. അതും കൂടി കഴിഞ്ഞ് ബാത്ത് പ്രയർ എല്ലാം കൂടി കഴിഞ്ഞാൽ തന്നെ ഓടുകയായി ഓഫീസിലേക്ക്. കാരണം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, അറിയാമല്ലോ, ഇയർ എൻഡിങ്ങിന്റെ. അപ്പൊ ഇവിടെ ഈ മാഡം പറഞ്ഞത് വളരെ ഇഫക്റ്റീവായിട്ട് ഞാൻ പറഞ്ഞില്ലേ, കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി നമ്മളൊക്കെ ഇനി ശ്രദ്ധിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ കുറെ വർക്ക് ചെയ്ത് തീർക്കലും മാത്രമല്ലല്ലോ, കുറച്ചുകൂടി ഇനിയും കാര്യക്ഷമത കൊണ്ടുവരേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇതൊരു ഐ ഓപ്പണർ സെഷനായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം ഉണ്ടായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാം ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ യു സ്റ്റാർട്ടഡ് വിത്ത് എ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് എൻഡ് വിത്ത് എ ഗ്രാറ്റിറ്റ്യൂഡ്. സോ റിയലി അമേസിങ്. അത് ഒരു നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. ഒരാൾ തുടങ്ങുന്ന നന്ദിയോട് കൂടി തന്നെയാണ് അവസാനിപ്പിക്കുന്നു. അത് എന്തായാലും ഐ റിയലി ഹാൻഡ്സ് ഓഫ് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ബിജു സർ. ഞാനിവിടെ കാണുന്നുണ്ട് എൻ്റെ ബാച്ച്മേറ്റ്സ് പലരുണ്ട്. അതിലെ ഒരാള് വീഡിയോ ഓപ്പൺ ആയി തന്നെയുണ്ട്, ഷബ്ന മാം. താങ്ക് യു ഷബ്ന മാം. അതുപോലെ ബിജു സർ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കൈൻഡ് വേർഡ്സ് ആൻഡ് അപ്രീസിയേഷൻ. ശരിക്കും നമ്മൾക്കിത് നല്ല രീതിയിൽ ഇത് പ്രവർത്തിക്കുവാണെങ്കിൽ നമുക്ക് ടെൻഷനും കുറഞ്ഞിരിക്കും അല്ലെ. കാര്യങ്ങൾ സക്സസിലേക്ക് നമുക്ക് ഒത്തിരി എഫേർട്ട് ഇട്ട് വിഷമിക്കാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മിനിമം ടൈം, മിനിമം നമ്മുടെ മണി, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സർ. മാം, ഹാപ്പി മോർണിംഗ്. ഹാപ്പി മോർണിംഗ് ടു യു ടു. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഗ്രേറ്റ് സെഷൻ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഇന്നത്തെ ദിവസം മുഴുവൻ എനർജറ്റിക് ആവാനുള്ള, ഇഫക്റ്റീവ് ആവാനുള്ള, എഫിഷ്യന്റ് ആവാനുള്ള, അക്കംപ്ലിഷ്ഡ് ആവാനുള്ള ഒരു സെഷൻ എന്ന് പറയാം. പിന്നെ ഇതിൽ ലാസ്റ്റ് എനർജീനെ കൂടി കൂട്ടിച്ചേർക്കുന്നുള്ള തീരെ വിചാരിക്കാത്തുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. ഭയങ്കര വിചാരിക്കാത്തൊരു ഇതിലാ പോയത്. പിന്നെ ഇപ്പൊ നമുക്ക് ഭയങ്കര തിരക്കാണല്ലോ, ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് കുറെ വരുന്ന ഒരു കാലാണ്. അപ്പൊ ഡെയിലി ഇങ്ങനത്തെ ഒരു മോട്ടിവേഷൻ കിട്ടുമ്പോ നമുക്ക് വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. ഇത് ഉറപ്പാണ്. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ മീനിങ് ഫുൾ ആയിരിക്കും, ഷുവർ. പിന്നെ ഭയങ്കര പ്ലസന്റ് ആയിട്ട് രാവിലെ തന്നെ നമ്മളൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ടിരിക്കുന്നത് രാവിലെ ആയതുകൊണ്ട്. പക്ഷെ മാമിന്റെ മുഖത്ത് അങ്ങനെ ഒന്നും കാണാനില്ലേ. ഭയങ്കര പ്ലസന്റ് ആയിട്ട് ഭയങ്കര ഇഫക്റ്റീവ് ആയിരുന്നു കേട്ടോ ക്ലാസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷബ്ന മാം. താങ്ക് യു ഫോർ ദ ഗുഡ് വേർഡ്സ്. എല്ലാവരുടെയും പിന്നെ നല്ല സെഷൻ ആയിരുന്നു, എല്ലാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ അതിന് എടുക്കുന്ന ഈ പ്രയോറിറ്റി അത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. പ്രയോറിറ്റി അനുസരിച്ചിട്ടായിരിക്കും, അപ്പോഴാണ് നമുക്ക് കൂടുതൽ അതിനോടൊരു ആത്മാർത്ഥത വരാമെന്ന് തോന്നാറുണ്ട്.
അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന വർക്ക് എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുക. അതുപോലെ തന്നെ സ്മാർട്ട് വർക്ക്, നമ്മൾ എത്ര എണ്ണം ചെയ്തു എന്ന് പറയുന്നതിനേക്കാളിലും ചെയ്തത് ഫിനിഷ് ചെയ്യുക എന്നുള്ളത്, വളരെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളതും അതെ. അപ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരിക. അല്ലാതെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ചെയ്യാത്ത പോലെയൊക്കെ തോന്നും. പിന്നീട് ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് റിഗ്രറ്റ് ഒക്കെ തോന്നാറില്ലേ. അപ്പൊ അത് ഒരു സ്മാർട്ട് വർക്കിന്റെ ഒരു കുറവുകൊണ്ടാണെന്ന് തോന്നാറുണ്ട്. അതുപോലെ തന്നെ കുറേ പോയിന്റ്സ് പറഞ്ഞു അല്ലേ, ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മാം ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ സെൽഫ് അവയർനെസ്, സെൽഫ് അനാലിസിസ്, നമ്മൾ ചെയ്ത കാര്യങ്ങളിനെ നമ്മൾ തന്നെ നോക്കുക. നമ്മൾ ചെയ്തത് എത്രത്തോളം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് കറക്റ്റ് ആണോ, ചെയ്തത് കറക്റ്റ് വേയിലാണോ. ചിലപ്പോൾ നമ്മൾ സ്കില്ല് അനുസരിച്ചിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്കില്ല് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതലും നന്നായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റാമെന്ന് തോന്നും. പക്ഷെ അവിടെ ചിലർ പറയുന്നേക്കാം എപ്പോഴും ഒരു മാറ്റമില്ലാതെ, ഡെവലപ്മെന്റ് ഇല്ലാതെ ഇങ്ങനെ പോകുന്നു. അപ്പൊ അവിടെ നമ്മൾ Yes. ഫ്ലെക്സിബിൾ ആവാന്നുള്ളതും അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ അപ്ഡേഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്യാന്നുള്ളത്. കുറെ പോയിന്റ്സ് ഉണ്ടായിരുന്നു. നല്ല ടോപ്പിക് ആയിരുന്നു, നല്ല പ്രസന്റേഷൻ. പിന്നെ മാമിന് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ, എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച് മാം. Thank you very much, Ajila ma'am. ഗുഡ് മോർണിംഗ് സൂസൻ മാം. Good morning. ട്രാവലിംഗ് ആണ്, എന്നാലും മാമിന്റെ സെഷൻ കേട്ടു. വളരെ മനോഹരമായ ഒരു സെഷൻ. കാരണം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട, നേരത്തെ ഫസ്റ്റ് ആള് പറഞ്ഞതുപോലെ തന്നെ ഒരു ഐ ഓപ്പണർ സെഷൻ തന്നെയാണ്. നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. എല്ലാവരും തന്നെ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. നമ്മളെ ഈ ഇതിലൊക്കെ വരുന്ന ആളുകള് ഫുള്ളി എൻഗേജ്ഡ് ആയ ആളുകളാണല്ലോ. അപ്പൊ ഈ വർക്ക് ചെയ്യുമ്പോൾ അതൊക്കെ എഫക്റ്റീവ് ആവുന്നുണ്ടോ, എത്രത്തോളം അതൊക്കെ നമുക്ക് എഫിഷ്യന്റ് ആണെന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് എന്നുള്ളത് മാമിന്റെ ക്ലാസ്സിലൂടെ വളരെ കൃത്യമായിട്ട് തന്നെ ഒരുപാട് എക്സാമ്പിളിലൂടെ ഒക്കെ മാം അത് എക്സ്പ്ലെയിൻ ചെയ്തു. എന്താ പറയാ, നല്ല നൈസ് പ്രസന്റേഷനും എല്ലാം. വെരി ബ്യൂട്ടിഫുൾ സെഷൻ. താങ്ക് യു വെരി മച്ച് മാം. Thank you very much, Sina ma'am. Have a safe journey where you are traveling. Have a good day. ഓക്കെ, താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് സൂസൻ മാം. Good morning, Rao sir. നല്ലൊരു സെഷനായിരുന്നു. എനിക്ക് സ്ട്രൈക്ക് ചെയ്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ഓവർഡു ചെയ്യാൻ പാടില്ല കാര്യങ്ങൾ. എനിക്ക് മുമ്പ് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നെയും പിന്നെ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കും. ഓൾറെഡി അത് കറക്റ്റ് ആയിരിക്കും, എന്നാലും പിന്നെയും പിന്നെ ഇങ്ങനെ നന്നാക്കാൻ നോക്കും. ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്തൊക്കെ റിക്വയർമെൻറ്റ് ചോദിക്കുമ്പോൾ ഇത് നൈസ് ടു ഹാവ് വേണോ അതോ നീഡ് ടു ഹാവ് വേണമെന്ന് പ്രത്യേകം ചോദിക്കും. നൈസ് ടു ഹാവ് ഒക്കെ അങ്ങ് മാറ്റി വെക്കാം, നമുക്ക് അത്യാവശ്യം ഇല്ലാത്ത കാര്യമല്ലേ. അതുപോലെ നമ്മൾ ലൈഫിലും അങ്ങനെ തന്നെ, അത്യാവശ്യമുള്ളത് ചെയ്യുക, നിർബന്ധമില്ലാത്തതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി. അത്ര വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. രണ്ടാമത്തേത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. ബാക്കി വല്ലവരുടെയും ചെയ്യേണ്ട ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയും കുറേ സമയം നമ്മൾ കളയും, നമ്മളത് ഇട്ടിട്ട് ബാക്കിയുള്ളവരുടെ പുറകെ പോകുന്നത്. അതിപ്പം പേഴ്സണൽ ലൈഫാണെങ്കിലും പ്രൊഫഷണൽ ലൈഫാണെങ്കിലും. അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക, ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യുക, ആവശ്യമുള്ളത് മാത്രം ചെയ്ത് വെറുതെ അനാവശ്യമായിട്ട് ഓരോന്ന് ചെയ്ത് സമയം കളയാതിരിക്കുക. നല്ല അടിപൊളി സെഷനായിരുന്നു മാമിന്. എല്ലാവരും പറഞ്ഞ പോലെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ആസ് ആൾവേസ് വെരി ഗുഡ്. താങ്ക് യു മാം. Thank you very much. Thank you. Hello ma'am, good morning. Good morning. Actually, എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ really it was an insightful session. നമ്മള് എന്താ പറയാ, ഇപ്പോൾ in today's world being busy is often seen as being successful. എല്ലാരും വിചാരിക്കും ബിസി ആണ്, പക്ഷെ അതിന്റെ പിന്നിൽ ഇപ്പൊ മാമിന്റെ ക്ലാസ് കേൾക്കുമ്പോഴാണ് ആക്ച്വലി ഡീപ്പായിട്ടൊരു തോട്ട് വരുന്നത്. എല്ലാവരും പറയും ബിസി ബിസി ബിസി, പക്ഷെ ആ ഒരു ബിസി ലൈഫ് എല്ലായ്പ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, എവിടെ പോകുന്നു, എന്തൊക്കെ കാര്യങ്ങളുടെ നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നു. മാം പറഞ്ഞ പോലെ എന്റെയൊക്കെ ഒരുപാട് ടാസ്ക് പെൻഡിങ് ആണ്. ബിസിയാണ്, ബട്ട് ടാസ്ക് എല്ലാം പെൻഡിങ് ആ. അപ്പോൾ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യാറുണ്ട്. ഡെഫിനറ്റ്ലി എനിക്ക് ഐ ഫെൽറ്റ് ലൈക്ക് ദാറ്റ്. ആൻഡ് മാം പറഞ്ഞതുപോലെ ഇനിയെങ്കിലും ഒന്നുകൂടെ മീൻസ്
ലൈഫിൽ കുറച്ചുകൂടെ മീനിങ് ആവണം. ഇന്നലത്തെ സെഷൻ കേട്ടപ്പോഴും ഇന്നത്തും കേട്ടപ്പോഴും റിയലി ഒരു ഐ ഓപ്പണർ ആയിരുന്നു. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു വെരി നമുക്ക് മച്ച് ഇതുപോലത്തെ ലിപ്ന ഒരു മാം. ഡിറക്ഷൻ നമുക്ക് ത്രൂ വിമ്പിളിലൂടെ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ ആക്ച്വലി ഞാനൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഈ ഒരു ത്രൂ മോർണിംഗ് സർക്കിളിലൂടെ തന്നെ. അപ്പോൾ അതെ നമുക്ക് ആസ്ക് അവർ സെൽഫ്, ആം ഐ മൂവിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ഓർ ആം ഐ ബിസി ഇനഫ്, ലൈക്ക് ദാറ്റ് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യമാണ്. എനിവേ താങ്ക് യു തീർച്ചയായിട്ടും. സോ മച്ച് മാം. താങ്ക് യു വെരി മച്ച് ലിപ്ന മാം. ശരിക്കും ഐ പ്രേ ദാറ്റ് യു ആർ ഏബിൾ ടു റിഫ്ലക്ട് ഓൺ ദീസ് തിങ്സ് ആൻഡ് ഇപ്പോൾ ഉള്ളതിൽ നിന്നും കൂടുതൽ അക്കോംപ്ലിഷ്ഡ് ആയിട്ട് മാറട്ടെ എന്ന് ഞാനും താങ്ക് യു മാം. ആശംസിക്കുന്നു. യു ടു. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. സത്യം എന്ന് പറയാ നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. അത് താങ്ക് യു. സാധാരണ നമ്മള് ആരും എപ്പോഴും പറയുമല്ലോ ആ നല്ലതായിരുന്നു. അതല്ല, അങ്ങനെയല്ല. ഞാൻ സത്യത്തില് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഞാൻ ആലോചിച്ചത് ഈ പൊതുവെ ലേഡീസിനെ കുറിച്ചാണ്. നമ്മളൊക്കെ യെസ് അങ്ങനെയാണല്ലോ, ഒരുപാട് പണിയെടുക്കും, ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ എല്ലാ കാര്യവും. പക്ഷെ അത് എത്രമാത്രം ഫ്രൂട്ട്ഫുൾ ആകുന്നു എന്നൊന്നും നമ്മൾ ചിന്തിക്കാറേ ഇല്ല, അതെ അതെ അല്ലേ? അതെ എപ്പോഴും തീർച്ചയായിട്ടും. നമ്മൾ ചെയ്യുന്നതാണ്. അത് ഓഫീസ് ഇതാണെങ്കിലും ശരി, ഈ നമ്മുടെ സ്വന്തം കാര്യത്തിലാണെങ്കിലും ശരി, വീട്ടിലാണെങ്കിലും ശരി, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും എന്തും ഏറ്റെടുത്ത് നോ പറയാനോ ബൗണ്ടറീസ് വെക്കാനോ ഒന്നും നമ്മൾക്ക് അറിയത്തില്ല. കഴിയില്ല. കുറേ പണിയെടുക്കും. അവസാനം വരുമ്പോ കുറേ പരാതികളും അതെ എന്തിനത് ചെയ്തു എന്നൊന്നും നമ്മൾ ചിന്തിക്കാറേ ഇല്ല. അതെ അപ്പൊ ശരിക്കും ഈ മാം പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ പല പ്രാവശ്യം നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം. അതെ ഞാനിത് എന്തിനു വേണ്ടി ചെയ്യുന്നു? എന്തിനാണിത് ചെയ്യേണ്ടത്? ഇത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ? ഇപ്പൊ റൗസാറ് പറഞ്ഞതും കൂടി ഒന്ന് ആലോചിക്കുമ്പോ നമ്മൾ എല്ലാ കാര്യമൊന്നും ചെയ്യേണ്ടതില്ല. കുറെ ഡെലിഗേഷൻ ഒക്കെ ഉണ്ട്. നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ട് പോലും ഇത് നീ ചെയ്യ്, ഇത് ഞാൻ ചെയ്യാം എന്ന് പറയുന്ന ഒരു നേച്ചർ ഇന്നും ഇല്ല, പണ്ടും ഇല്ല. അതെ അപ്പൊ ഇന്നിനി നമ്മളത് അങ്ങനെ ചെയ്താൽ പറയും, ഓ കുട്ടികളെ കൊണ്ട് സകലതും ചെയ്യിക്കുന്നു എന്ന് പറയും. അപ്പൊ നമ്മൾ ശരിക്കും അത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എനിക്ക് ലിഫ്ന മാം പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു രോമാഞ്ചം ഉണ്ടായി കേട്ടോ. വിമ്പിളിലൂടെ വന്നപ്പോ അതെ കുറെ ലൈഫ് ചേഞ്ച് ചെയ്തു എന്ന് പറയുമ്പോഴേ അത് കേൾക്കുമ്പോ ശരിക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ എന്റെ ആ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് മാറിയിട്ടുണ്ട്. സത്യം അതെ പറഞ്ഞാൽ എല്ലാ ക്രെഡിറ്റും ഗോസ് ടു വിമ്പിൾ. സിമ്പിൾ. അതെ ഐ ഓൾസോ അഗ്രി വിത്ത് ദാറ്റ്. കാരണം ഞാന് വർഷങ്ങളായിട്ട് ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ നമ്മുടെ ഈ ട്രെയിനിങ് ഇത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് പഠിക്കേണ്ടതായിട്ട് പലതുണ്ട്. വി ക്യാൻ മേക്ക് ഇറ്റ് മോർ ഇഫക്റ്റീവ് ദാൻ ഹൗ യു ഹാവ് ബീൻ ഡൂയിങ് ഇറ്റ്. സോ യെസ്. അപ്പോ വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വണ്ടർഫുൾ കമന്റ്സ്. താങ്ക് യു. താങ്ക് യു. ഫജറുന്നീസ മാം പറഞ്ഞപ്പോഴാണ് ഞാൻ മുമ്പൊക്കെ വിചാരിച്ചിരുന്നത് നമ്മൾ എല്ലാം സ്വയം ചെയ്യുന്നതാണ് ഭയങ്കര ക്വാളിറ്റി എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴാണ് ഡെലിഗേഷനാണ് നമുക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി. വർക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ അറിയണം. അത് ആർക്കാണോ ഡെലിഗേറ്റ് ചെയ്യേണ്ട അവർക്ക്. അതെ എല്ലാം കൂടെ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ ഓവർലോഡഡ് ആവുന്നതും എക്സോസ്റ്റഡ് ആവുന്നതും. അതെ ഈ ട്രെയിനിങ്ങിന്റെ കാര്യം എൻ്റെ കാര്യത്തിലും സത്യം തന്നെയാണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നു. നല്ലൊരു കോഴ്സ് തന്നെയാണ്. ഞാൻ ഈ അടുത്തൊരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പഴയ ഒരു വീഡിയോ ഒക്കെ എടുത്ത് പോയി നോക്കിയപ്പം എനിക്ക് തന്നെ തോന്നി ഇതിങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ എടുത്തിരുന്നത്. നമ്മുടെ ഗ്രോത്ത് മനസ്സിലാക്കാൻ പറ്റിയല്ലേ? അതെ ഗ്രോത്ത് മനസ്സിലാക്കാൻ പറ്റി. സത്യാണ്. ഞാനും മുമ്പ് വോയിസ് ഇടുമായിരുന്നു. വേറെ ഒരു റേഡിയോയിൽ ഇങ്ങനെ വോയിസ് കൊടുക്കുമായിരുന്നു. ഇന്ന് വരെ ഞാൻ ആ വോയിസ് അങ്ങനെ കേട്ടിട്ടല്ല. വെറുതെ ഓണാക്കി അങ്ങോട്ട് വോയിസ് ഇടും. അവരത് അക്സെപ്റ്റ് ചെയ്യും. അവരത് റേഡിയോയിലൂടെ ഇടാറും ഉണ്ടായിരുന്നു. പക്ഷേ അർച്ചന മാം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ വോയിസുകൾ കേട്ടു തുടങ്ങിയത്. അപ്പോഴാണ് മനസ്സിലായത്, എത്ര ബോറായിരുന്നു ഇത്രയും കാലത്തെ വോയിസ്.
ബോറായെന്ന് ചിന്തിക്കണ്ട, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചിന്തിച്ചാൽ മതി. അതെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് ഇപ്പോഴൊക്കെ. ഇപ്പൊ ഞാൻ ശരിക്കും വോയിസ് ഇടുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് അത് അവിടെ എന്താണ് ചെയ്യേണ്ടത്. ഇപ്പൊ മറ്റേതെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ ഞാൻ ശരിക്കും എഴുതിയൊക്കെ വെച്ചിട്ട് ഇത് പറയാം അന്നത് ഇങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഒരു സബ്ജക്ട് എടുക്കുന്നു അതങ്ങോട്ട് വിതിൻ പറയുന്നു 5 മിനിറ്റ് കൊണ്ട് അങ്ങനെ അങ്ങ് പറയുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പ്രോപ്പർ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷനിൽ കൂടിയാണ് ചെയ്യുന്നത്. അതെ അപ്പൊ അതിന്റെ അതെ അതെ ഇഫക്റ്റ് അതെ. കാണാനും അറിയാനും ഉണ്ട് അല്ലേ? ആ തീർച്ചയായിട്ടും. ഇപ്പൊ റൌഫ് സാർ പറഞ്ഞില്ലേ ഡെലിഗേഷന്റെ കാര്യം. ഡെലിഗേഷന് വേറൊരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. യു ആർ ലെറ്റിംഗ് അതർ പീപ്പിൾ ഓൾസോ ഗ്രോ. നമ്മൾ തന്നെ ഇത് ചെയ്യാൻ പിടിച്ചു വെച്ചോണ്ടിരിക്കാതെ ബാക്കിയുള്ളവർക്കും കൂടെ ചാൻസ് അവരും വളർന്നു വരട്ടെ. സോ വി നീഡ് ടു റിയലി ലെറ്റ് ദം ഗ്രോ ആസ് വെൽ. അപ്പൊ ആ ഡെലിഗേഷനിൽ ആ ഒരു പർപ്പസും സെർവ് ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് പേർക്കുണ്ട്. ഞാൻ ചെയ്താലേ ശരിയാവൂ. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് വീട്ടമ്മമാര്. അത് ഞാൻ ചെയ്താലേ ശരിയാവൂ, ഇത് എന്റെ കൈ ചെല്ലുന്നില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നൊരു തോട്ടുണ്ട്. എന്നിട്ട് അവസാനം വരുമ്പോ കുറേ കംപ്ലൈന്റും ഇതൊന്നും അങ്ങനെ ആയില്ല ഇങ്ങനെ ആയില്ല എന്നുള്ള ഒരു പരിഭവം. അത് അവർക്കുണ്ടാകുന്ന ആ ഒരു മാനസിക ബുദ്ധിമുട്ട് എത്രയാണെന്ന് പക്ഷെ അവർ അന്നൊന്നും അത് ചിന്തിക്കില്ല. കുറേ കഴിഞ്ഞിട്ട് മക്കളൊക്കെ ഒന്ന് വലുതായി അവര് മറുപടി പറയാനൊക്കെ തുടങ്ങുമ്പോ ആ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നത്. അപ്പോഴാണ് ഈ കൗൺസിലിങ്ങിനൊക്കെ ആളുകൾ വരാൻ തുടങ്ങുക. അപ്പോഴത്തേനും അവര് മനസ്സിലാക്കും അവര് സെൽഫ് കെയറിനൊന്നും ഒരു ഇമ്പോർട്ടൻസും ഒന്നും ഒരു കൊടുത്തിരുന്നില്ല. ഞാൻ പ്രാധാന്യം ഉണ്ടെങ്കിലല്ലേ കൊടുത്തിട്ടില്ല. ചെയ്യാൻ പറ്റൂ, അതാ ഞാൻ ആ. ചെയ്താലല്ലേ ശരിയാവൂ എന്നുള്ള രീതിയിൽ എല്ലാം നമ്മളെ തന്നെ വിട്ടുകളഞ്ഞ് ചെയ്യുന്നേ. പക്ഷെ നമ്മളില്ലേലും ലോകം ഓടും, നമ്മളില്ലേലും ഒരു അതെ കുഴപ്പമില്ല, ആൾക്കാർ ജീവിച്ചോളും, ഒരു കുഴപ്പമില്ല അതെ. എന്ന് ചിന്തിക്കുന്നില്ല. നമ്മളില്ലെങ്കിൽ ഇതിലും ഭംഗിയായി നമ്മുടെ മക്കൾ വളരും എന്നാണ് പറയാ. എക്സാക്ട്ലി. ഓഫീസിൽ നമ്മള് ക്രിട്ടിക്കൽ റിസോഴ്സ് എന്നാണ് പറയാ. എല്ലാ ടീമിലും ഒരാളുണ്ടാവും, അയാളുണ്ടെങ്കിൽ എല്ലാം നടക്കുള്ളൂ. പക്ഷെ ആ ലാബിലിങ് തുടക്കത്തിലേക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം നമുക്ക് ഭയങ്കര വിസിബിലിറ്റി കിട്ടും, അപ്രീസിയേഷൻസ് കിട്ടും, പ്രൊമോഷൻസ് ഒക്കെ കിട്ടും. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ലീവ് എടുക്കാൻ പറ്റില്ല, നമുക്കൊന്നും എവിടെയും പോകാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല. അത് ഫാമിലി ലൈഫിൽ അങ്ങനെ തന്നെ. ഇപ്പം ഫജറുന്നീസ മാം പറഞ്ഞ പോലെ ചില വീട്ടിൽ ചില ആളുകൾ, ചില സ്ത്രീകൾ ഉണ്ടാവില്ലേ, ഇവരുണ്ടെങ്കിലേ കല്യാണം നടത്താൻ പറ്റുള്ളൂ, സൽക്കാരം നടത്താൻ പറ്റുള്ളൂ, എന്ത് ഫംഗ്ഷനും ഇവർ വേണം, ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ഇവർ വേണം. ഇവർക്ക് അന്ന് സമാധാനമായിട്ട് കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കാൻ പറ്റുമോ, അതിനൊന്നും സമയം കിട്ടില്ല. അപ്പൊ ആ ലേബലിംഗ് ഒക്കെ നമ്മൾ കുറച്ചു കാലം ഇഷ്ടപ്പെടും, പക്ഷെ പിന്നെ അത് ബുദ്ധിമുട്ടായി മാറും. ആദ്യമൊക്കെ കുറെ പേരൊക്കെ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യും. നീ വിചാരിച്ചത് കൊണ്ടാണോ അങ്ങനെ ആയത് ഇങ്ങനെ ആയെന്നൊക്കെ പറയും. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യും, കുറെ അങ്ങ് പൊങ്ങും. പിന്നീട് സകലത് അത് നീ ചെയ്താലേ ശരിയാവുള്ളൂ കേട്ടോ, അത് നീ ചെയ്തോ എന്ന് പറയും. തലയിലോട്ടാകും. അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ എന്റെ മകൻ പിന്നെ കോഴിക്കോട് ITIയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവനിങ്ങനെ പറയും ഭയങ്കര സ്ട്രെസ്സാണെന്ന്. കാരണം എന്താണെന്ന് അറിയാവോ? ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ആ പ്രോജക്റ്റ് ഒക്കെ കൃത്യസമയത്ത് സബ്മിറ്റ് ചെയ്യും. അപ്പോഴവരെന്ത് ചെയ്യുന്നറിയാവോ? അമ്മാറാകുമ്പോ വേഗം ചെയ്യുമല്ലോ, അടുത്ത പ്രോജക്റ്റ് അവന്റെ തലയ്ക്ക്. അപ്പൊ അവന് ലീവ് എടുക്കാൻ തോന്നൂലായിരുന്നു ആദ്യമൊക്കെ. ഇപ്പൊ പറയാ ഭയങ്കര സ്ട്രെസ്സാണ് കേട്ടോ, ഭയങ്കര സ്ട്രെസ്സാണ്, ലീവ് ഒന്നും എടുക്കാനേ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു നീയായിട്ട് വരുത്തി വെച്ചതാണ്. ആദ്യമൊക്കെ ചിലപ്പോ അവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടാകും, ശരിയാണ്, പക്ഷെ അതിൽ നീ വീണുപോയതാണ് എന്ന് പറയും. അതാ നമുക്ക് ഈ റിയലൈസേഷൻസ് ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവണം. അത് കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തൊട്ടേ പഠിപ്പിക്കണം. ഈ 3 കാര്യവും ഇഫക്റ്റീവ് ആകുന്നതും എഫിഷ്യന്റ് ആകുന്നതും അക്കംപ്ലിഷ്ഡ് ആകുന്നതും എന്നുള്ള കാര്യങ്ങൾ ചെറുപ്പത്തിൽ തൊട്ടേ അവരെ പഠിപ്പിച്ചു വന്നാൽ അത് മുകളിലോട്ട് വരുമ്പോൾ അവർക്ക് ആ ഒരു ഏത് കാര്യം അവർ പ്രവർത്തിക്കുമ്പോഴും അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യാനും പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടി ചെയ്യാനും പിന്നെ നമ്മളെ തന്നെ വളർത്തുന്ന കാര്യം ചെയ്യാനും ഒക്കെ അവർക്ക് പറ്റും. റൌഫ് സാർ പറഞ്ഞപ്പോഴേ എനിക്കും അങ്ങനെ ഒരു ഭാവം ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം മോർണിംഗ് സർക്കിളില് ഞാനില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ഞാനെന്നിട്ട് തുടക്കത്തിലൊന്നും തീരെ ലീവാക്കൂല. എങ്ങനെയെങ്കിലും ഞാൻ എന്തെങ്കിലും ഇതാക്കിയിട്ട് ഞാൻ കേറാൻ നോക്കും. ആദ്യമൊന്നും ഞാൻ തീരെ ലീവാക്കാണ്ടല്ല. പിന്നെ ഇടയ്ക്ക് ഇപ്പൊ റൌഫ് സാറിനെ ഏൽപ്പിക്കും എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ആദ്യം എനിക്ക് അങ്ങനെയായിരുന്നു, ഞാൻ കേറിയില്ലെങ്കിൽ മോർണിംഗ് സർക്കിൾ ആകെ കൊള്ളാവും എന്നുള്ള ഒരു ഭാവമായിരുന്നു എനിക്ക്. അങ്ങനെ എന്നാലും അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ സൂസൻ മാം. പിന്നെ ഇതുപോലെ മാം എപ്പോഴും ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്ത് വെക്കണത് ട്രെയിനേഴ്സിന് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ മാം ഓൺ ചെയ്തിട്ട് പിന്നെ നമ്മൾ പറയുമ്പോൾ മാമിനെ നോക്കിയിട്ടാണ് എല്ലാവരും ക്ലാസ് എടുക്കുന്നത്. മാം റെസ്പോണ്ട് ചെയ്യണത്, നമ്മൾ എന്ത് പറഞ്ഞാലും അതിന് റെസ്പോണ്ട് ചെയ്യണത്. ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു ദിവസം
ട്രെയിനർ പറഞ്ഞു ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു എൻ്റെ അടുത്ത് ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നല്ല ക്ലാസ്, കുഴപ്പമില്ല, നല്ല ക്ലാസ് ആയിരുന്നു പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ക്ലാസ്സിൽ കയറിയപ്പോ തന്നെ ആകെ ഡൗൺ ആയിപ്പോയി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. സൂസൻ മാം ഉണ്ടായിരുന്നില്ല, അന്നൊരു സാറ്റർഡേ ആയിരുന്നു. അന്ന് പള്ളിയിൽ പോകുന്ന ദിവസം. സൂസൻ മാം സാറ്റർഡേ ഉണ്ടാവാറില്ലല്ലോ. ക്ലാസ്സിൽ അതെ. കയറി നോക്കുമ്പോ സൂസൻ മാം ഇല്ല. അതോടുകൂടി ഞാൻ പ്രിപ്പയർ ചെയ്തതൊക്കെ മറന്നു. ഞാൻ ആകെ ശോ. ഡൗൺ ആയി പോയി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ അത് കൊള്ളാം. എന്തായാലും അത് സൂസൻ മാം അങ്ങനെ ഓൺ ചെയ്ത് വെക്കുമ്പോ ഒരുപാട് നമ്മൾ ക്ലാസ് എടുക്കണവർക്ക് അത് അറിയാൻ പറ്റും. അല്ലേ, ഇവിടെ എല്ലാവരും അതെ അതെ എടുക്കുന്നവർക്ക് അറിയാൻ പറ്റും അത്. അതെ നമുക്ക് എന്തെങ്കിലും പറയാനും ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇങ്ങനെ വേർഡ്സുകൾ വരും മാം റെസ്പോണ്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ. അതെ, അത് എന്തായാലും വളരെ അടിപൊളി. ശരിയാ കേട്ടോ. ശരിക്കും വളരെ ശരിയാ. ഇപ്പം ഞാനിങ്ങനെ വിചാരിക്കും, എല്ലാവർക്കും കാണാൻ ഞാനുണ്ട്, എന്നെ കാണാൻ ആരുമില്ല. ഇപ്പൊ ഞാൻ എന്നെ തന്നെ നോക്കി അങ്ങ് പറയാം. പക്ഷെ ഇന്ന് ഏതായാലും എന്റെ ബാച്ച്മേറ്റ് ഷബന വന്നിട്ടുണ്ടായിരുന്നു, ഓൺ ലൈവായിട്ട് കയറി. അതുകൊണ്ടാണ് അത് കയറിയത്. അതെ സുസമാൻ അതെ കാരണമാണ് നമ്മളൊക്കെ ട്രെയിനിങ് നന്നായിട്ട് ചെയ്യുന്നത്. അപ്പൊ അതെ തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? അതെ തീർച്ചയായിട്ടും. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ് കേട്ടോ. ഞാൻ പറയാറുണ്ട് ഇതുപോലെ ട്രെയിനേഴ്സിന്റെ അടുത്തേ, ഞാൻ ഓൾറെഡി മാമിനെ തന്നെ നോക്കാറുണ്ട്. അതായത് പറയുമ്പോ അതിനൊരു മൈക്ക് മ്യൂട്ടാണെന്നുണ്ടെങ്കിലും അവിടുത്തെ എക്സ്പ്രഷൻസ് വരുമ്പോ നമുക്ക് അടുത്തതിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി വരുമല്ലോ, ഫ്ലോ വരും. അതെ അപ്പൊ എന്റെ ഇതുപോലെ പറയും ചില ആൾക്കാര്, ഇങ്ങനെ ടെൻഷൻ ആണെന്ന് പറയുമ്പോ ഞാൻ പറയാം, അവിടെ സൂസൻ മാം ഉണ്ടാവും, അതിനെ നോക്കിയെടുത്തോ. സത്യമായിട്ടും. അപ്പൊ പിന്നെ അത് കഴിയുമ്പോ അവര് പറയട്ടോ, ശരിയാണ്, നമുക്ക് അപ്പൊ ആ ഒരു ടെൻഷൻ തോന്നില്ല, നമ്മള് ഒരാളെടുത്ത് സംസാരിക്കണ പോലെ തോന്നുള്ളൂ എന്ന് പറയും. താങ്ക് യു. താങ്ക് യു. അത് ആക്ച്വലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഐ ഡോണ്ട് നോ വൈ മോസ്റ്റ് പീപ്പിൾ ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, നമ്മളത് ഓപ്പൺ ആയിരിക്കുമ്പോൾ നമുക്കൂടാണ് അതിന്റെ ബെനിഫിറ്റ്. അപ്പൊ അതുകൊണ്ട്, കാരണം നമുക്ക് കൂടുതൽ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരു ഫീഡ്ബാക്ക് പറയുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് ലൈവായിട്ട് നമ്മളെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുമല്ലോ. പക്ഷെ ഈ മോർണിംഗ് സർക്കിൾ എന്ന് പറയുമ്പോൾ പലരും പല ജോലിയൊക്കെ ആയതുകൊണ്ടായിരിക്കാം, ഇനി അല്ലാത്തവരും ഉണ്ടാവുമല്ലോ ഡെഫിനറ്റ്ലി. അപ്പം അതൊരു നേരത്തെ നമ്മൾ ഇതിനെപ്പറ്റി ഒരു സെഷനും ആരോ ഒരാൾ എടുത്തായിരുന്നു, ഐ റിമെമ്പർ. നമ്മളിങ്ങനെ സ്ക്രീനിന് പുറകിൽ മറിഞ്ഞിരിക്കാതെ ഓപ്പൺ ആയി വരണമെന്നുള്ള രീതിയിൽ, ഐ കാണ്ട് റിമെമ്പർ ഹൂ ഡിഡ് ഇറ്റ്. പക്ഷെ ദിസ് ഈസ് സംതിങ് ദാറ്റ് വി ഷുഡ് റിയലി ട്രൈ ടു ഫോളോ ആസ് മച്ച് ആസ് യു ക്യാൻ. അതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റേ ഉണ്ടാവത്തുള്ളൂ തീർച്ചയായിട്ടും. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ലൊരു സെഷൻ ആയിരുന്നു മാം. അല്ലെങ്കിലും മാമിന്റെ ഓരോ വേർഡ്സും വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മാം ഡിസ്ക്രൈബ് ചെയ്തു. ബാക്കി എല്ലാ പോയിന്റ്സുകളും എല്ലാരും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടാണ്. Okay, congratulations, ma'am. Thank you. Thank you so much. I really appreciate it. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു അഡ്മിൻ. അതെ അതെ, ഇനി ആർക്കും പറയാനില്ലാന്ന് തോന്നുന്നു. അതാ, ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറയട്ടെ. അതെ അതെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ. അതെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു എവ്രി വൺ ഫോർ യുവർ വാല്യുബിൾ കമന്റ്സ് ആൻഡ് ഫീഡ്ബാക്ക്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അതിലും ഉപരിയായിട്ട് ഇഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും അക്കോംപ്ലിഷ്മെന്റും ഇത് മൂന്നും മനസ്സിലാക്കി നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാനായിട്ടും അത് പ്രൊഡക്റ്റീവായിട്ട് തീർക്കാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹാവ് എ വണ്ടർഫുൾ ഡേ എവരിവൺ. Thank you, ma'am. Thank you, ma'am. Have a great day. Thank you. Thank you.